ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട മാസയോഗത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ നാം ഏവരും സ്നേഹിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ഈ ഡിസ്ട്രിക്റ്റിന് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഡോക്ടർ കെ.സി. ജോൺ, കർത്താവിൻ്റെ ദാസനോട് ചേർന്ന് ഈ ദേശത്ത് ശുശ്രൂഷയിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, ഇന്ന് ഈ മാസയോഗം ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ, എൻ്റെ സ്നേഹിതൻ കൂടിയായ പാസ്റ്റർ സാബു മാത്യു, ഈ ഡിസ്ട്രിക്റ്റിൻ്റെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന പാസ്റ്റർ അച്ചു അലക്സ്, പാസ്റ്റർ വിൽസൺ മത്തായി, പാസ്റ്റർ റെജി ഓദറ ഉൾപ്പെടെ സീനിയറായി കർത്താവിൻ്റെ വേലയിൽ എന്നേക്കാൾ ഒത്തിരി വർഷങ്ങൾ കർത്താവിൻ്റെ വേലയിൽ അധ്വാനം ചെയ്യുന്ന, തികഞ്ഞ സാക്ഷ്യം പുലർത്തി കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, ദൈവജനങ്ങൾ, ഈ സഭാവിശ്വാസികൾ, എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ മാസയോഗത്തിൽ പങ്കെടുക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പ്രിയ പാസ്റ്റർ അജു അലക്സും പാസ്റ്റർ എബിസണും കോട്ടയത്തോടുള്ള ബന്ധത്തിൽ കോട്ടയത്തെ ദൈവത്തിൻ്റെ വചനം പഠിച്ചവരാണ്. മറ്റ് പല പ്രിയപ്പെട്ടവർക്കും സെമിനാരിയുമായും സെമിനാരിയിലൂടെയുള്ള ദൈവപ്രവൃത്തിയുമായി വളരെ അടുത്ത ബന്ധമുള്ളവരാണ്. സീനിയറായി പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരൊക്കെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും ശുശ്രൂഷയിലും വളരെ കോൺട്രിബ്യൂഷൻ ചെയ്ത പ്രിയപ്പെട്ടവരാണ്. അങ്ങനെ ഒരു മാസയോഗത്തിൽ നിങ്ങൾക്കൊപ്പമായിരിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ദൈവം ഹൃദയത്തിൽ ഈ കൂട്ടത്തോട് അറിയിക്കാൻ വിശേഷപ്പെട്ട ഒരു ദൈവിക ആലോചന തന്നിട്ടുണ്ട്. അത് എനിക്ക് ലഭിച്ച സമയത്തിനുള്ളിൽ വ്യക്തതയോടെ ലളിതമായി നിങ്ങളുടെ മുമ്പാകെ പറയുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അതിനാധാരമായി പ്രവൃത്തികളുടെ പുസ്തകത്തിലേക്ക് നമുക്ക് വരാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായമാണ്. സത്യത്തിൽ 3, 4, 5 അധ്യായങ്ങൾ മുഴുവനുള്ള ഒരു പ്രമേയമാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ പറയുന്നതെങ്കിലും ഞാൻ വായിക്കാൻ കൊടുത്തത് 33 മുതലുള്ള വാക്യങ്ങളാണ്. എന്നാൽ സമയക്കുറവ് മൂലം അതും ഞാനൊന്ന് വെട്ടിച്ചുരുക്കിയിട്ട് 38, 39 2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നിങ്ങളെല്ലാവരും ദൈവവചനം എടുത്തു എന്ന് ഞാൻ കരുതുക. പ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 38ഉം 39ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ആകയാൽ ഈ മനുഷ്യരെ വിട്ട് ഒഴിഞ്ഞുകൊള്ളുവീൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ആലോചനയോ പ്രവൃത്തിയോ മാനുഷികം എന്നു വരികിൽ അത് നശിച്ചു പോകും. ദൈവികം എങ്കിലോ നിങ്ങൾക്കത് നശിപ്പിക്കാൻ കഴിയുകയില്ല. നിങ്ങൾക്ക് അത് നശിപ്പിക്കുവാൻ കഴിയുകയില്ല. നിങ്ങൾ ദൈവത്തോട് പോരാടുന്നു എന്ന് വരരുതല്ലോ എന്ന് പറഞ്ഞു. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ഈ ആലോചനയോ ഈ പ്രവൃത്തിയോ മാനുഷികമെന്നു വരികിൽ അത് നശിച്ചു പോകും. എന്നാൽ ഈ ആലോചനയോ ഈ പ്രവൃത്തിയോ ദൈവികമാണെന്ന് വരികിൽ നിങ്ങൾക്ക് അതിനെ നശിപ്പിക്കാൻ കഴിയുകയില്ല. നിങ്ങൾ ദൈവത്തോട് പോരാടുന്നു എന്ന് വരരുതല്ലോ എന്ന് പറഞ്ഞു. നമുക്കറിയുന്ന ചരിത്രത്തിൽ ധാരാളം ആളുകൾ ഉയർന്നു വന്നിട്ടുണ്ട്. അവർ രാജാക്കന്മാരായി, അധികാരികളായി, ശക്തമായ നേതൃത്വം കൊടുക്കുന്നവരായി, കൂട്ടങ്ങളെ നയിക്കുന്നവരായി, രാഷ്ട്രീയ തലത്തിലും ആധ്യാത്മിക തലത്തിലും മാത്രമല്ല, ചിന്താധാരകളൊക്കെ പ്രചരിപ്പിക്കുന്നതിലും ശക്തമായ ആളുകൾ ഉയർന്നു വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ പാർട്ടികളൊക്കെ തന്നെ അതിന് ഉദാഹരണമായി നിലകൊള്ളുന്നത്. പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ആളുകൾ മാത്രമല്ല, പ്രസ്ഥാനങ്ങൾ മാത്രമല്ല, രാജ്യത്വങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഭരണാധികാരികൾ ഉയർത്തു വന്നിട്ടുണ്ട്. എന്നാൽ ഇന്നുവരെ കാലങ്ങളായി അതുല്യമായി അന്തമില്ലാതെ നിലനിൽക്കുന്ന വ്യക്തികളോ പ്രസ്ഥാനങ്ങളോ രാജ്യങ്ങളോ ചക്രവർത്തിമാരോ ഇല്ല എന്നുള്ളതാണ് സത്യമായ കാര്യം. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യമെന്ന് നാം ഏവരും പറയുകയും ലോകം മുഴുവൻ ആദരിക്കുകയും ചെയ്ത ഒരു പ്രസ്ഥാനമല്ല, ഒരു രാജ്യത്വത്തിന്റെ നോക്കണമേ പതനങ്ങളൊക്കെ ചരിത്രത്തിന്റെ ശ്രേണികളിൽ നാം കണ്ടുകൊണ്ടിരിക്കുക. ഞാനിത് പറയുന്നത് ചരിത്രത്തിന്റെ കാര്യം പറയാനോ ആളുകളുടെ കാര്യം പറയാനോ അല്ല, മറിച്ച് നിങ്ങളുടെ ഒരു ചിന്ത എൻ്റെ യേശു തുടങ്ങിയ ഒരു മൂവ്മെന്റിലേക്ക് കൊണ്ടുപോകാനാണ്. ആ മൂവ്മെന്റിന്റെ ആദ്യ തലങ്ങളിൽ പ്രവൃത്തികളുടെ പുസ്തകത്തിലെ 2-ാം അധ്യായം മുതൽ യേശുക്രിസ്തുവിന്റെ ആ വാഗ്ദത്ത പ്രകാരം ദൈവസന്നിധിയിൽ നിന്നുള്ള പരിശുദ്ധാത്മാവിന്റെ വരവും മുതൽ അതിനുശേഷം ദൈവസഭയുടെ തുടക്കവും അതിൻ്റെ വളർച്ചയും വളരെ വ്യക്തമായി ചിത്രീകരിച്ചിരിക്കുന്ന അധ്യായങ്ങളാണ് പ്രാരംഭ അധ്യായങ്ങൾ അപ്പോസ്തല പ്രവൃത്തികളിൽ കാണാനായിട്ട് കഴിയുന്നത്.
അവിടെ നാം കാണേണ്ടുന്ന ഒരു കാര്യമുണ്ട്. സുവിശേഷങ്ങളിലെ യേശുക്രിസ്തുവും ശിഷ്യന്മാരും തമ്മിലുള്ള സംഭാഷണങ്ങളൊക്കെ വളരെ വ്യക്തമാണ്. യേശുക്രിസ്തു ഫിലിപ്പിയുടെ കൈസരിയിൽ വരുമ്പോൾ ശിഷ്യന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്നെക്കുറിച്ച് ആളുകൾ എന്താണ് പറയുന്നത്? അപ്പോസ്തലനായ പത്രോസ് ഉൾപ്പെടെയുള്ള ആളുകൾ പല കാര്യങ്ങൾ പറഞ്ഞു. ഏലിയാവെന്ന് പറയുന്നവരുണ്ട്, പ്രവാചകൻ എന്ന് പറയുന്നവരുണ്ട്, ഒത്തിരി ടൈറ്റില് യേശുക്രിസ്തുവിന് ശിഷ്യന്മാർ കൊടുക്കുന്നുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിന് ഇതുകൊണ്ടൊന്നും സംതൃപ്തിയില്ല. അവരോട് പേഴ്സണലായിട്ട് ചോദിക്കുക, അവരൊക്കെ എന്തും പറഞ്ഞുകൊള്ളട്ടെ, അവരൊക്കെ എന്ത് ടൈറ്റിലും ഐഡന്റിറ്റിയും എനിക്ക് നൽകിക്കൊള്ളട്ടെ, പക്ഷെ നിങ്ങൾ എന്നെ ആരെന്നാ പറയുന്നത്? അതിന് ചാടിക്കേറി പത്രോസ് പറയുന്ന ഒരു ഉത്തരവുണ്ട്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറയുന്നുണ്ട്. ഇതെവിടെ വെച്ചാ പറയുന്നതെന്ന് അറിയാമോ? ഫിലിപ്പിന്റെ കൈസരിയിൽ വെച്ചാ പറയുന്നത്. യേശുക്രിസ്തു തിരിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. പത്രോസേ, നിന്റെ ഈ വെളിപ്പാട് നിന്റെ പഠനത്തിൽ നിന്ന് കിട്ടിയതല്ല, നിന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റിൽ നിന്ന് കിട്ടിയതല്ല, നീ വായിച്ചെടുത്ത അറിവല്ല. എന്റെ പിതാവ് സ്വർഗത്തിൽ നിന്ന് നിനക്ക് തന്ന വെളിപ്പാടിൽ നിന്നുകൊണ്ട് നീ സംസാരിക്കുന്നതാ ഞാൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണെന്ന്. നിന്റെ ആ വെളിപ്പാടുണ്ടല്ലോ, ആ വെളിപ്പാടിന്റെ മേലെ ഞാൻ ഒരു സഭയെ പണിയാനായിട്ട് പോവുകയാ. ഈ സഭയെ പാതാള ഗോപുരങ്ങൾ ജയിക്കത്തില്ല. മനുഷ്യന്റെ ചിന്തയിൽ കെട്ടിപ്പൊക്കിയ പ്രസ്ഥാനങ്ങളെ അല്ല, മറിച്ച ദൈവിക വെളിപ്പാടിന്റെ മേൽ പണിത ദൈവത്തിന്റെ സഭയെ തോൽപ്പിക്കാൻ ലോകത്തൊരു ശക്തിക്കും കഴിയത്തില്ലെന്ന് എന്റെ ദൈവം അവിടെ വെച്ച് പത്രോസിന്റെ വെളിപ്പാടിന്റെ മേൽ സീൽ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്ന പ്രസംഗത്തിന്റെ കാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുക. ഈ ലോകം തുടങ്ങിയതെല്ലാം അറ്റുപോകുമ്പോഴാ, ഈ ലോകത്തിന്റെ നീതിയും ശാസ്ത്രവും തത്വവും ചിന്തയും ഒക്കെ തീർന്നു പോകുമ്പോഴാ, പിടിച്ചു കെട്ടാനൊക്കാത്ത ഒന്നുണ്ടെങ്കിൽ, ചങ്ങലക്കിടാനൊക്കാത്ത ഒന്നുണ്ടെങ്കിൽ, അറുതി വരാനൊക്കാത്ത ഒന്നുണ്ടെങ്കിൽ, നിലനിൽക്കുന്ന ഒന്നുണ്ടെങ്കിൽ, ദൈവം സ്ഥാപിച്ച ദൈവസഭയും ദൈവത്തിന്റെ ഹിതമനുസരിച്ച് പോകുന്ന ദൈവിക വെളിപ്പാടുമാണെന്ന് തിരിച്ചറിയുന്ന ദൈവജനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. നോക്കണമേ, ഫിലിപ്പിന്റെ കൈസരിയെ കുറിച്ച് പാൻ ദൈവങ്ങളുടെ നാടായിരുന്നു, ഭയപ്പെടുത്തുന്ന ദേവന്മാരുള്ള നാടായിരുന്നു, ശക്തികളുള്ള നാടായിരുന്നു. ചരിത്രകാരന്മാർ പറയുന്നത് സത്യമാണോ എന്ന് എനിക്കറിയത്തില്ല. അവിടെ വലിയൊരു ഗുഹയുണ്ടായിരുന്നു എന്നാ പറയുന്നത്. അതിനെ ലിറ്ററലി അതിനെ പറഞ്ഞിരുന്നത് പാതാള ഗോപുരമെന്നാ പറഞ്ഞിരുന്നത്. പൈശാചികളുടെ ശക്തികളുടെ കേന്ദ്രമായിരുന്നു. അതിനെക്കുറിച്ച് പറയുന്നത് ഡോർ ടു ദ അണ്ടർ വേൾഡ് എന്നായിരുന്നു. അതായത് ബാഹ്യശക്തികളല്ല, എന്നാ പറയുന്നത്, അണ്ടർ വേൾഡിന്റെ ശക്തികൾ, ഇരുട്ടിന്റെ ശക്തികൾ, ഭയത്തിന്റെ ശക്തികൾ നിറഞ്ഞു നിന്ന ഒരു ലൊക്കേഷനിൽ നിന്നാണ് യേശു ശിഷ്യന്മാരോട് ചോദിക്കുന്നത്, ഞാൻ ആരാണെന്ന് അറിയാമോ? ആ വെളിപ്പാട് പത്രോസ് പറയുന്നത് ഇങ്ങനെയാ, ഈ ലോകത്തിന്റെ ദേവന്മാരിൽ ഒരുവനല്ല, പ്രവാചകന്മാരിൽ ഒരുവനല്ല, ടീച്ചർമാരിൽ ഒരുവനല്ല നീ. നിന്നെ ഞാൻ കാണുന്നത് ഈ ലോകത്തിലെ രക്ഷിതാവായ ദൈവം ഈ ഭൂമിയിലേക്ക് ലോകരക്ഷയ്ക്കായിട്ട് അയച്ച ദൈവപുത്രനാണെന്നുള്ള വെളിപ്പാട് പത്രോസിന് കിട്ടുന്നത് ഒരു ക്രൂസേഡിന്റെ നടുവിലല്ല, 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ നടുവിലല്ല, പൈശാചിക കോട്ടയുടെ അകത്തളത്തിൽ നിൽക്കുമ്പോൾ ദൈവം ആ വെളിപ്പാട് കൊടുത്തെങ്കിൽ ഇന്ന് ഞാനും നിങ്ങളും നിൽക്കുന്നത് എവിടെയാണെന്നുള്ളത് വിഷയമല്ല, അതിന്റെ നടുവിൽ സ്വർഗത്തിന്റെ വെളിപ്പാട് പ്രാപിക്കാൻ. ഇന്ന് പകൽ എനിക്കറിയാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെറിയ രീതിയിലല്ല ഈ ആഞ്ഞിലിത്താനം സഭയിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുന്നത്. ചില അന്ധതകളെ ദൈവം മാറ്റണം, ചില തിമിരങ്ങളെ ദൈവം മാറ്റണം, ചില പുതിയ കാഴ്ചപ്പാടുകൾ ദൈവജനത്തിന് ദൈവം ഇന്ന് പകൽ കൊടുക്കണം. പാതാള ഗോപുരങ്ങൾ ജയിക്കത്തില്ല, പാതാള ഗോപുരങ്ങൾ ജയിക്കത്തില്ല, പാതാള ഗോപുരങ്ങൾ ജയിക്കത്തില്ല, ഇരുട്ടിന്റെ ശക്തികൾ ജയിക്കത്തില്ല. കാരണം ഇത് പണിയുന്നത് മനുഷ്യനല്ലോ, സ്വർഗത്തിലെ ദൈവമാണ്. നോക്കണം, ഈ കാലം കഴിഞ്ഞു. നോക്കണമേ, പത്രോസും യോഹന്നാനും, നോക്കണമേ, ശിഷ്യന്മാരെല്ലാം ദൈവാത്മ നിറവിലായി. പ്രവർത്തികളുടെ പുസ്തകം 2-ാം അധ്യായം മുന്നോട്ട് പോകുമ്പോൾ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു മുടന്തനെ പത്രോസും യോഹന്നാനും എഴുന്നേൽപ്പിക്കുക. അവിടെയൊക്കെ നിന്ന് സംസാരിക്കണമെന്ന് എനിക്കുണ്ട്, സമയമില്ലാത്തത് കൊണ്ട് ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകുക. ഈ മുടന്തനെ എഴുന്നേൽപ്പിക്കുന്ന ഈ സംഭവവുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ നടക്കുകയാണ്.
അവിടെ നടക്കുന്നത് പീഡ തുടങ്ങുകയാ. ഈ അപ്പോസ്തലന്മാരെ അറസ്റ്റ് ചെയ്യാനായിട്ട് തിരിയുക. യേശുവിനെ വിധിച്ച അതേ സന്നദ്രീം സംഘം തന്നെ, അധികാരികൾ തന്നെ യേശുവിന്റെ ശിഷ്യന്മാരെയും പിടിക്കാനായിട്ട് കൽപ്പിക്കുകയാണ്. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗവും യേശു ക്രിസ്തുവിന്റെ ആത്മാവിലുള്ള ഈ മനുഷ്യരുടെ പ്രവൃത്തിയും കണ്ടു നിൽക്കാനേ ഈ മനുഷ്യർക്ക് കഴിയുന്നുള്ളൂ. സന്നദ്രീം സംഘത്തിന് കഴിയുന്നുള്ളൂ. തിരിഞ്ഞടിക്കാൻ അവർക്ക് കഴിയുന്നില്ല. പെട്ടെന്ന് അവരെ പിടിക്കുന്നുണ്ട്. പക്ഷെ അവർ പറയുന്ന ഒരു വാചകം 4-ാം അധ്യായത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എങ്ങനെയാ ഇവരോട് കളിക്കാൻ കഴിയുന്നത്? പ്രത്യക്ഷമായ ഒരു അടയാളം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാ. 40 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, ഇവർ ജീവിതകാലം മുമ്പ് ഇരുന്ന് കണ്ടവൻ ഇപ്പൊ എഴുന്നേറ്റ് നിൽക്കുകയാ. കിടന്ന് കണ്ടവൻ ഇത് തുള്ളിച്ചാടുക. പ്രത്യക്ഷമായ ഒരു അടയാളം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എങ്ങനെയാ അവർക്കെതിരെ പറയാൻ കഴിയുന്നത്? ദൈവമക്കളെ, ഒരു ദൂത് ഞാൻ പറഞ്ഞിട്ട് പോകാം. ഇന്നും നമ്മൾ നിൽക്കുന്നത് നമ്മുടെ പ്രസംഗം കൊണ്ടല്ല, നമ്മുടെ എഴുത്തുകൊണ്ടല്ല, പ്രത്യക്ഷമായ അടയാളം ദൈവം തന്ന പലരും ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക, നീയും ഞാനും നിൽക്കുന്നത് പ്രസംഗം കൊണ്ടല്ല, എഴുത്തുകൊണ്ടല്ല, പ്രത്യക്ഷമായ അടയാളം എന്റെ ദൈവസഭയിൽ നൽകിയതുകൊണ്ട്. നാലാം അധ്യായം നിങ്ങളെ വീട്ടിൽ പോയി നിങ്ങൾ വായിക്കണം. മനസ്സ് തുറന്ന് ഇത് വായിക്കണം. സന്നദ്രീ സംഘം പറയുക, എന്തോ ചെയ്യാനാ പ്രത്യക്ഷമായ ഒരു അടയാളം. 5-ാം അധ്യായത്തിലേക്ക് വരിക. 5-ാം അധ്യായം ഈ ശിഷ്യന്മാരെ പിടിച്ചു. പത്രോസിനെ യോഹന്നാനെ പിടിച്ച് ജയിലിലാക്കി രാത്രിയിൽ ജയിലിൽ കിടക്കുക. പിറ്റേന്നാൾ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞാണ് ഈ സന്നദ്രീ സംഘം ഇരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമേ. എന്നാൽ അന്ന് രാത്രിയിൽ ഒരു അത്ഭുതം നടന്നു. എൻ്റെ ദൈവം അവിടെ ഇറങ്ങി വന്നു. എൻ്റെ ദൈവം ഈ ശിഷ്യന്മാർക്ക് വേണ്ടി ഇറങ്ങി വന്നു, അപ്പോസ്തലന്മാർക്ക് വേണ്ടി ഇറങ്ങി വന്നു. ഇത് പത്രോസും ശീലാസും പാട്ട് പാടുമ്പോഴുള്ള ജയിലിൻ്റെ ഓപ്പണിംഗ് അല്ല. അതിനു മുമ്പ് 4-ാം അധ്യായത്തിൽ പത്രോസ് യോഹന്നാനെയും സന്നദ്രീ സംഘം പിടിച്ച് പൊതു തടവിലാക്കിയപ്പോൾ അതിൻ്റെ നടുവിൽ എൻ്റെ ദൈവം സ്വർഗം തുറന്നു കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്, ദൈവത്തിന് ഇടപെടാൻ കഴിയാത്ത ഒരു മേഖലയുമില്ല. അത് ചങ്ങലയിട്ട് പൂട്ടിയ മേഖലയാണെങ്കിലും, ഇരുമ്പോടാമ്പൽ കൊണ്ട് അടച്ചിട്ട മേഖലയാണെങ്കിലും, ഇരുമ്പ് വാതിലുള്ള മേഖലയാണെങ്കിലും എൻ്റെ ദൈവത്തിന് അത് വിഷയമല്ല. ഇന്ന് പകൽ ഞാൻ പറയുന്നത് ഒരു പ്രസംഗമല്ല. ഇന്ന് ഞാൻ പറയുന്നത് ഒരു ദൂത പറയുന്നത്, നിന്നെ അടച്ചിട്ടിരിക്കുന്നതിന്റെ നടുവിൽ നിന്ന് നിന്നെ കാവൽ നിൽക്കുന്നവരറിയാതെ പുറത്തു കൊണ്ടുവരുവാൻ എന്റെ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ എന്ന് ദൈവസഭ ഇന്ന് പകൽ തിരിച്ചറിയണം. ഞാൻ ആ ഭാഗം വിടുക. നിങ്ങൾ പിന്നീട് ചിന്തിച്ചാൽ മതി. എൻ്റെ ദൈവം അവരെ ആ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് അവരറിഞ്ഞില്ല. അവരെന്ന് പറഞ്ഞാൽ ഈ ഭരണാധികാരികൾ ആരും അറിഞ്ഞില്ല. പിറ്റേ ദിവസം രാവിലെ ഭടന്മാരെ വിട്ട് കാരാഗ്രഹത്തിൽ നോക്കുമ്പോൾ ഇവരില്ല. ആരോ പറഞ്ഞു അവർ താണ്ട് അവിടെ നിന്ന് പ്രസംഗിക്കുന്നു എന്ന് പറയുന്നു. നോക്കണം, ഈ സന്നദ്രീം സംഘത്തിൻ്റെ മുമ്പാകെ ഈ ജ്ഞാനമുള്ളവരുടെ നടുവിൽ ഭയങ്കര ഒരു ആശയവിനിമയം നടക്കുക. എന്തു ചെയ്യണം? അതിൻ്റെ നടുവിൽ നിന്ന് ഗമാലിയേൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എഴുന്നേറ്റ്. ഈ മനുഷ്യനാണ് പൗലോസുമായി ബന്ധപ്പെടുത്തി ഗമാലിയേലിൻ്റെ പാദപീഠം എന്ന് പറയുന്ന ഈ മനുഷ്യൻ ആ സംഘത്തിൻ്റെ മുമ്പാകെ എഴുന്നേറ്റ് നിൽക്കുക. ജ്ഞാനിയാണ് ഈ മനുഷ്യൻ, ഭയങ്കര അറിവാണ് ഈ മനുഷ്യന്, പ്രാക്ടിക്കൽ നോളജുള്ള മനുഷ്യനാ, പൗലോസിൻ്റെ ടീച്ചർ എന്നറിയപ്പെടുന്ന ഒരു മനുഷ്യനാ. ഈ സന്നദ്രീം സംഘത്തിന്റെ മുമ്പാകെ എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്ന വാചകമാണ് നമ്മൾ വായിച്ചത്. നിങ്ങൾ ഒരു മിനിറ്റ് നിന്നേ. നിങ്ങൾ ഈ മനുഷ്യരെ എന്ത് ചെയ്യാൻ പോവുക? അവർ പഠിപ്പില്ലാത്തവരാ, 4-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. അവർ വിദ്യാഭ്യാസം ഇല്ലാത്തവരാ, 4-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. അവർക്ക് ഈ കഴിവില്ലാത്തവരാ, 4-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ജ്ഞാനിയായ ഒരു മനുഷ്യൻ, നോക്കണമേ, അറിവുള്ള ഒരു മനുഷ്യൻ, അംഗീകരിക്കപ്പെട്ട ഒരു മനുഷ്യൻ, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ എഴുന്നേറ്റ് നിന്ന് പറയുക, നിങ്ങൾ എന്തോ ചെയ്യാൻ പോവുക മനുഷ്യരെ. നിങ്ങളൊരു കാര്യം അറിയണം, അവർ സാധാരണക്കാരായിരിക്കും, അവർക്ക് പഠിപ്പില്ലാത്തവരായിരിക്കും. പക്ഷേ നിങ്ങൾ അറിയേണ്ടുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തിൽ നിന്നല്ലെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യണ്ട, അത് തനിയെ നശിച്ചു പോകും. എന്നാൽ അത് ദൈവത്തിൽ നിന്നാണെങ്കിൽ, സ്വർഗം അവരെ അപ്പോയിന്റ് ചെയ്തതാണെങ്കിൽ, നിങ്ങളല്ല, നിങ്ങളുടെ തലവന്മാരല്ല, ലോകത്ത് ഒരു ശക്തി വന്നാലും അതിനെ ജയിക്കാൻ കഴിയത്തില്ല.
നാമത്തിൽ. എന്നിട്ട് പറയ അവരെ വിട്ടൊഴിഞ്ഞേര്, അവരെ വിട്ടൊഴിഞ്ഞേര്, അവരെ വിട്ടൊഴിഞ്ഞേര്. അവരുടെ മേൽ അധികാരമുള്ള ഒരുവനുണ്ട്, അവരുടെ മേൽ അധികാരമുള്ള ഒരുവനുണ്ട്, അവരെ കമ്മീഷൻ ചെയ്ത ഒരുവനുണ്ട്, അവരെ ഓർഡർ ചെയ്ത ഒരുവനുണ്ട്. അത് ദൈവത്തിൽ നിന്നാണെങ്കിൽ ഒരു ശക്തിക്കും അവരെ തൊടാനൊക്കത്തില്ല. നോക്കണേ, എൻ്റെ പ്രസംഗം ഇന്നെങ്ങും ഞാൻ കൊണ്ടെത്തിക്കത്തില്ല, പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഇത് കയറണം. 2 ചരിത്ര ഉദാഹരണങ്ങൾ ഗമാലിയേൽ കൊടുക്കുക. തുദ്യാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്, റോമക്കാർക്കെതിരെ ഇറങ്ങിയ മനുഷ്യന്, ഇങ്ങോട്ട് വന്ന് ഭയങ്കര കരിസ്മയായിരുന്നു ഈ മനുഷ്യന്. 400 പേര് ഈ മനുഷ്യൻ്റെ കൂടെ കൂടി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് തന്നെയേ നശിച്ചു പോയി. യൂത എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, നമ്മുടെ യൂതയല്ല കേട്ടോ, ഇത് വേറെ യൂതയാ. യൂത എന്നൊരു മനുഷ്യൻ ഇതേപോലെ റോമൻ ടാക്സേഷനെതിരെ ആളിനെ കൂട്ടി ഇങ്ങനെ വന്നു, അവനും നശിച്ചു പോയി. 2 ഉദാഹരണങ്ങൾ ഈ അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. 33 മുതലുള്ള അധ്യായങ്ങൾ വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ഈ ചരിത്ര സംഭവങ്ങൾ 2 ഗമാലിയേൽ പ്രസന്റ് ചെയ്തിട്ട് നോക്കണമേ. വിവരമുള്ളവർ പ്രസന്റ് ചെയ്യുമ്പം അതിൻ്റെ ചരിത്ര പശ്ചാത്തലമൊക്കെ വെച്ചല്ലേ പ്രസന്റ് ചെയ്യുന്നത്. ഒരു ഡോക്ടർ ഒരു കാര്യം പറയുമ്പോൾ അങ്ങനല്ലേ പറയുന്നത്. അതേപോലെ ഗമാലിയേൽ പറയുക, ഞാൻ ഈ പറയുന്നത് വെറുതെ പറയുന്നതല്ല, നിങ്ങൾ ചരിത്രത്തിലൊന്ന് നോക്ക, തുദ്യാസിന്റെ ജീവിതം ഒന്ന് നോക്ക, യൂദയുടെ ജീവിതം ഒന്ന് നോക്ക. അവരെല്ലാം അവരുടെ കരിസ്മയില്, അവരുടെ ചിന്തയില്, അവരുടെ ധാർമ്മികതയില്, അവരുടെ ആലോചനയില് തന്നെത്താൻ ഉയർത്തു വന്നവരാ. അതേപോലെ അവർ താന്നുപോയി. എന്നാൽ ഇവർക്ക് പഠിപ്പില്ല, ഇവർക്ക് വിദ്യാഭ്യാസമില്ല, ഇവർക്ക് കഴിവില്ല. ഇവർ ഉയർത്തു വന്നത് അവരുടെ ശക്തി കൊണ്ടല്ല, സ്വർഗം തുറന്ന് എന്റെ ദൈവം കൊടുത്ത ശക്തി കൊണ്ട് അവർ ഉയർന്നു വന്നതുകൊണ്ട് നിങ്ങൾക്ക് അവരെ തൊടാൻ കഴിയത്തില്ല. ഇന്നു പകൽ ആവേശം കൊണ്ടല്ല, ദൈവവചനത്തിന് ഉറപ്പ് കൊണ്ട് നിങ്ങളുടെ ഹൃദയം നിറയുമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയുക, നിങ്ങളെ തൊടാൻ, നിങ്ങളുടെ ശുശ്രൂഷയെ തൊടാൻ, നിങ്ങളുടെ ജീവിതത്തെ തൊടാൻ എന്റെ ദൈവം നിങ്ങളെ കൊണ്ടെത്തിക്കുമെന്ന് പറഞ്ഞ വാഗ്ദത്തത്തിന്റെ നിവർത്തിക്ക് മുമ്പ് നിങ്ങളെ സ്പർശിക്കാൻ ലോകത്തൊരു ശക്തിയെയും എന്റെ ദൈവം അനുവദിക്കത്തില്ല. ദൈവമക്കളെ, നിങ്ങൾക്ക് എത്ര ഉദാഹരണമാണ് വേണ്ടുന്നത്? എത്ര ഉദാഹരണമാണ്? ലൈഫിൽ നിന്നുള്ളതല്ല, വചനത്തിൽ നിന്നുള്ള ഉദാഹരണമാണ്. നിങ്ങൾക്ക് ഗെത്സമന തോട്ടത്തിലെ സംഭവം അറിയാമോ? എന്നെ യേശു ഗെത്സമന തോട്ടത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. തൻ്റെ മുമ്പിൽ വരാൻ പോകുന്നതിനെ കുറിച്ച് നല്ല ബോധ്യം യേശുവിനുണ്ട്. ഇത് വഹിക്കാനൊക്കത്തില്ല. ലൂക്കോസ് ഒരു ഡോക്ടറാണ്. ഡോക്ടർ എഴുതുക, അവൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം വേർപ്പായിട്ട്, വേർപ്പ് രക്തമായിട്ട് എന്ത് ചെയ്യുക, പുറത്തേക്ക് വരിക. നിങ്ങൾക്കറിയാമോ, യേശു ഇതുവരെ ഒരു അടിയും കൊണ്ടിട്ടില്ല. ഗെത്സമന തോട്ടത്തിൽ അറസ്റ്റ് ചെയ്തിട്ടില്ല. അതിന് മുമ്പുള്ള സംഭവമാണ്. ആരും യേശുവിനെ ഒറ്റിക്കൊടുത്തിട്ടില്ല, ആരും യേശുവിനെതിരെ പഴി പറഞ്ഞിട്ടില്ല, ചെകിടത്തടിച്ചിട്ടില്ല, മുൾക്കിരീടം വെച്ചിട്ടില്ല. അതിന് മുമ്പാണ് ഇത് നടക്കുന്നത്. അവിടെ മുമ്പ് ഒരു ഡോക്ടർ എഴുതുക, ആ ഹൃദയത്തിൻ്റെ വേദന കൊണ്ട്, ആ ഭാരം കൊണ്ട്, താൻ വഹിക്കാൻ പോകുന്ന ക്രൂശും അതിൻ്റെ പരിണിത ഫലവും തൻ്റെ ശരീരത്തിൻ്റെ മേൽ എങ്ങനെ ഭവിക്കുമെന്നുള്ള ചിന്ത കൊണ്ട് ഒരു വൈദ്യൻ എഴുതുക. അവൻ്റെ ഹൃദയം തകർന്നിട്ട് ഉള്ളിൽ നിന്ന് രക്തം വേർപ്പ് പോലെ പുറത്തു വരിക. അപ്പോഴാ യേശു പറയുന്നത്, പിതാവേ, എനിക്കൊക്കത്തില്ല, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. എന്നിട്ട് യേശു പറയുന്നുണ്ട്, എങ്കിലും എൻ്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം പോലെ ഭവിക്കട്ടെ. നിങ്ങൾ വീട്ടിൽ പോയി ലൂക്കോസിന്റെ സുവിശേഷം വായിച്ചാൽ മതി. അവിടെ നടക്കുന്ന ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു സംഭവമുണ്ട്. യേശുക്രിസ്തുവിന്റെ ഈ പ്രാർത്ഥനയിൽ ഉയരെ സ്വർഗം തുറക്കുകയാണ്. സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ താഴെ എൻ്റെ യേശുവിൻ്റെ അടുക്കൽ ഗെത്സമന തോട്ടത്തിൽ ഇറങ്ങി വന്നു കേട്ടോ. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നത്, പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? അവനെ ശക്തീകരിച്ചോ. എന്തിനാ ശക്തീകരിച്ചത്? ക്രൂശ് മാറിപ്പോകാനല്ല. യേശു ഭൂമിയിൽ വന്നത് ക്രൂശിൽ മരിക്കാനാണെങ്കിൽ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ തളർത്തുന്ന, മരണത്തോളം സംഭവിക്കാവുന്നിടത്ത് നിന്ന് ശക്തീകരിച്ച് ആ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണത്തിൽ എത്തുന്നത് വരെ തൊടാൻ സമ്മതിച്ചില്ല. ജീവനെ തൊടാൻ സമ്മതിച്ചില്ല. തൊടാൻ സമ്മതിക്കാതെ ഞാൻ യേശുവിനെ ക്രൂശ് വരെ കൊണ്ടുവരാൻ ആ ശക്തിക്ക് കഴിഞ്ഞെങ്കിൽ, ദൈവമക്കളെ,
നിങ്ങളെ എൻ്റെ ദൈവമാക്കുന്ന സ്ഥലത്ത് എൻ്റെ യേശു വന്നത് ഗെത്സമനെ കിടന്ന് മരിക്കാനല്ല. എൻ്റെ യേശു വന്നത് വഴിയിൽ മരിക്കാനുമല്ല. ഭാരമുണ്ട്, വഹിക്കാനൊക്കാത്ത ക്രൂശ. പക്ഷെ എൻ്റെ യേശു വന്നത് ദൈവിക നിയമം അനുസരിച്ച് 2 കള്ളന്മാരുടെ നടുവിൽ കാൽവറി ക്രൂശിൽ മരിക്കാനാണെങ്കിൽ അവിടെ എത്തുന്നത് വരെ ആ ജീവനെ തൊടാൻ ലോകത്തെ ഒരു ശക്തിയെയും എൻ്റെ ദൈവം അനുവദിക്കത്തില്ലെങ്കിൽ ഗമാലിയേൽ ഇവിടെ പറയുക, അത് മനുഷ്യനിൽ നിന്നാണ് തുടങ്ങിയതെങ്കിൽ നിങ്ങൾ അതിനകത്ത് അടിക്കാനൊന്നും പോണ്ട. ഇത് ഞാൻ പറയുന്ന ചർച്ചയുടെ കാര്യം മാത്രമൊന്നുമല്ല, ഇതിനകത്തൊരു പേഴ്സണൽ ആപ്ലിക്കേഷനുണ്ട്. നിങ്ങളുടെ ലൈഫിൽ എൻ്റെ ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം ഒരു വാഗ്ദത്തം നൽകിയിട്ടുണ്ടെങ്കിൽ, ദൈവം പറഞ്ഞ വാക്ക് ഊവെന്നും 100% ഉറപ്പുണ്ടെങ്കിൽ, ധൈര്യം ഉണ്ടെങ്കിൽ കരമുയർത്തി ദൈവത്തോട് പറയാമോ, ദൈവമേ ഞാൻ പതറി പോകാറുണ്ട്, എൻ്റെ മനസ്സ് ചഞ്ചലിച്ചു പോകാറുണ്ട്, ഏലിയാവിനെ പോലെ എൻ്റെ മനസ്സ് ഇടിഞ്ഞു പോകാറുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ ഒന്നറിയുന്നു, എന്നെ വിളിച്ചവൻ എൻ്റെ ദൈവമാണെങ്കിൽ, എൻ്റെ മേൽ സീല് വെച്ചത് എൻ്റെ ദൈവമാണെങ്കിൽ, എൻ്റെ ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് നിവർത്തി വരെ ദൈവത്തിന്റെ ശക്തിയെ ചോദ്യം ചെയ്യരുത്. ദൈവത്തിന്റെ ശക്തി അകത്തും പുറത്തും ഉണ്ട് കേട്ടോ, അകത്തും പുറത്തും ഉണ്ട്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഈ ഭാഗം. ഇതിനകത്തൊരു ദൈവശാസ്ത്രപരമായിട്ട് ആംഗിളിൽ ഇത് കാണുമ്പോൾ 2, 3, 4, 5 അധ്യായങ്ങൾ ഇങ്ങനെ ഒരു സീക്വൻസ് ആയിട്ടാണ് കാണുന്നത്. 5-ാം അധ്യായത്തിലെ ഈ സംഭവം നടക്കുന്നത്. പക്ഷേ ഈ 5-ാം അധ്യായത്തിലെയും 3-ാം അധ്യായത്തിലെയും 4-ാം അധ്യായത്തിലെയും ഈ സംഭവങ്ങൾക്ക് യോജിക്കാത്ത തരത്തിൽ ഒരു ഇൻസിഡന്റ് കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് സാൻഡ്വിച്ച് ചെയ്യുന്നുണ്ട് ഈ 5-ാം അധ്യായത്തിന്റെ ആദ്യത്തെ ഭാഗത്ത്. അത് ആരുടെ കാര്യമാണെന്ന് അറിയാമോ? അത് പണം കൊണ്ട് 2 പേരും ഭാര്യയും ഭർത്താവും വന്നില്ലേ, അവരുടെ പേരെന്നാ? അനന്യാസും സപ്പീറ. സത്യത്തിൽ ഈ യൂണിറ്റ് 5-ാം അധ്യായത്തിൽ ഉൾക്കൊള്ളിക്കാൻ മാനുഷികമായി ചിന്തിച്ചാൽ ഒരു സാധ്യതയില്ല. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നോക്കണം, ഇതിന്റെ ഇടയ്ക്ക് കൊണ്ടുവന്ന് അനന്യാസിന്റെ സപ്പീറയുടെയും കാര്യം വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് അറിയാമോ? എൻ്റെ ദൈവത്തിന്റെ പ്രവൃത്തിയും സർവ്വ അധികാരവും സഭയ്ക്ക് പുറത്ത് മാത്രമല്ല, സഭയ്ക്കുള്ളിലെ കപട ഭക്തിക്കാരുടെ മേലും ഉണ്ടെന്ന്. നോക്കണം, ഈ 2-ഉം 3-ഉം അധ്യായത്തിൽ ദൈവം മാനുഷികമായ ശക്തിയെക്കുറിച്ചല്ല പറയുന്നത്. ഈ പത്രോസിനോട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പാതാള ഗോപുരങ്ങൾ ജയിക്കാത്ത ഒരു ശക്തിയെക്കുറിച്ച് പറഞ്ഞു. 2-ാം അധ്യായത്തിൽ അതവർക്ക് നൽകി കൊടുത്തു. അവിടുന്ന് അങ്ങോട്ട് തുടക്കമാ. ദൈവത്തിന് ഒരു കാര്യം പ്രൂവ് ചെയ്യണം. ദൈവസഭയ്ക്കെതിരെ നിൽക്കുന്ന പുറത്തെ അന്ധകാര ശക്തികളെ മാത്രമല്ല ദൈവം ഡീൽ ചെയ്യുന്നത്, അകത്തെ കപട ഭക്തിയെയും എൻ്റെ ദൈവം ഡീൽ ചെയ്യുമെന്ന് അറിയണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുക. ഇത് സത്യത്തിൽ ഇതൊരു സീക്വൻസാ. 2 മുതൽ ഇങ്ങനെ നടക്കുന്ന 3-ാം അധ്യായത്തിലെ മുടന്തന്റെ എഴുന്നേൽപ്പ്, അപ്പോസ്തലന്മാർക്കെതിരെ തിരിയല്, ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോയാണ് പിന്നീട് ഒരു ഭയങ്കര ചരിത്രമായിട്ട് 3000 പേര് 5000 പേര് ഈ കൂട്ടത്തോട് യോജിക്കുന്ന വിശാലമായ ഒരു ദൈവസഭയുടെ ഉദ്ഘാടനം കാണുന്ന പുസ്തകമായി അപ്പോസ്തല പ്രവൃത്തികളെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പൊ ദൈവം പറയുന്നത് പ്രകാരം, ദൈവമല്ല ദൈവത്തെ കുറിച്ച് പറയുന്നത് പ്രകാരം ഗമാലിയേല പറയുന്നത്, ഈ മനുഷ്യരെ നിങ്ങൾ വിട്ടൊഴിഞ്ഞേരെ, ലീവ് ദം അലോൺ, അവരെ വിട്ടേരെ. കാരണം നിങ്ങൾക്ക് മത്സരിക്കാൻ പറ്റിയ ആളുകളല്ല ഇവര്. 4-ാം അധ്യായത്തിൽ പറയുന്നു വിദ്യാഭ്യാസവും പഠിപ്പും ഇല്ലാത്ത എന്നാ പറഞ്ഞേ സാധാരണ ആളുകളാ. പക്ഷേ നിങ്ങൾക്ക് തൊടാൻ കഴിയത്തില്ല. കാരണം നിങ്ങൾ ഇരുന്ന് കണ്ടവനെ എഴുന്നേപ്പിച്ച കൂട്ടരായത്, നിങ്ങൾ കിടന്ന് കണ്ടവനെ തുള്ളിച്ചാടിച്ച കൂട്ടരായത്. അത് രഹസ്യത്തിലൊന്നും അല്ലല്ലോ, മുമ്പിൽ നിൽക്കുകയല്ലേ 40 വയസ്സുള്ള ഒരുവൻ. ദൈവമക്കളെ, നമ്മൾ തിരിച്ചറിയണം, നമ്മൾ സേവിക്കുന്ന ദൈവത്തിന്റെ മഹത്വം നമ്മൾ അറിയണം. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു പൊതു മീറ്റിംഗിൽ സംസാരിച്ച എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിലെ പൗലോസിന്റെ പ്രാർത്ഥന. പലപ്പോഴും നമുക്ക് മനസ്സിലാകാതെ പോകുന്ന ദൈവത്തിന്റെ ശക്തിയുടെ അളവറ്റ വലുപ്പവും അതിൻ്റെ പ്രഭാവവുമാണ് നമ്മൾ അറിയാതെ പോകുന്നത്. ദൈവം ആരാണെന്ന് നമ്മൾ അറിയണം. നോക്കണം, ദൈവം ഒരു കാര്യം നിരൂപിച്ചാൽ, ദൈവം ഒരു കാര്യം ഏൽപ്പിച്ചാൽ, കാലങ്ങൾ കഴിയുന്നു എന്നുള്ളത് വിഷയമല്ല. യേശുക്രിസ്തുവിനോട് അല്ലെങ്കിൽ പാമ്പിനോട്, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കുമെന്ന് എത്രയോ കാലങ്ങൾക്ക് മുമ്പാ പറഞ്ഞേ. അത് കാൽവറി ക്രൂശിൽ നടക്കേണ്ടുന്ന കാര്യമല്ലേ? കാൽവറി ക്രൂശിൽ എത്തുന്നതിന് മുമ്പ് സ്വന്തം പുത്രനെ ദൈവം കൈവിടുവോ? കൈവിടത്തില്ലെങ്കിൽ
എൻ്റെ മേലും നിങ്ങളുടെ മേലുമുള്ള ദൈവിക നിയോഗങ്ങൾ അതെന്തായിരുന്നാലും നിങ്ങളുടെ കഥ എസ്തേറെ അനാഥ പെൺകുട്ടി ആയിരിക്കും, മൊർദെഖായിയുടെ കെയർ ഓഫിൽ വളരുന്നവളായിരിക്കും. പക്ഷേ നിന്റെ മേൽ എൻ്റെ ദൈവത്തിൻ്റെ ഒരു എഴുത്തുണ്ടെങ്കിൽ ഹാമാൻ അല്ല, ഒരു രാജ്യമല്ല, അതീവൻ മൊർദെഖായി പോലുമല്ല, നിന്റെ ഗതി നിർണയിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണെന്ന് ഉറപ്പുണ്ടാകണം നിനക്ക്. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു സംഭവം കൂടെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് അവസാനം കുറിക്കാൻ താല്പര്യപ്പെടുക. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഇസ്രായേൽ മക്കളെ മോശ മിസ്രയീമിൽ നിന്ന് മടക്കിക്കൊണ്ടുവരുന്ന ഒരു സമയമുണ്ട്. ചരിത്രങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ടറിയാം. ആഞ്ഞിൽത്താനം ദൈവസഭയും തിരുവല്ല സെൻട്രൽ ദൈവസഭകളും ദൈവത്തിൻ്റെ വചനത്തിൽ അഗാധ പാണ്ഡിത്യമുള്ളവരും ഒരു പ്രസംഗം തുടങ്ങിയാൽ എവിടെ അവസാനിക്കുമെന്ന് നന്നായിട്ട് അറിയാവുന്നവരുമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഇതിൻ്റെ വിശദീകരണം ഞാൻ നിങ്ങളുടെ മുമ്പാകെ പറയാതെ എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുന്ന ദൂത് മാത്രം ഞാൻ അങ്ങോട്ട് കൈമാറുന്നത്. ഈ ലക്ഷക്കണക്കിന് ആളുകളെ ഒരു മനുഷ്യൻ മോശ എന്നൊരു മനുഷ്യന് നോക്കണമേ അവിടുന്ന് വിടുവിച്ചുകൊണ്ട് വരിക. ദൈവശക്തിയിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. മോശയോട് പറഞ്ഞു ദൈവം, പോയി വിടുവിക്കാൻ പറഞ്ഞു. മോശ പറഞ്ഞു, കർത്താവേ ദൈവമേ എന്നെ കൊണ്ടൊക്കത്തില്ല. കാരണം എന്താ പ്രശ്നം? എൻ്റെ നാവ് തടിച്ച നാവാ, എനിക്ക് സംസാരിക്കാനായിട്ട് ഒക്കത്തില്ല. പക്ഷെ ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നോക്കണമേ, ഈ വിദ്യാഭ്യാസമില്ലാത്ത പത്രോസിൻ്റെ ഒക്കെ കൂട്ടാണ് മോശയോട് ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമാ. ഈ തടിച്ച നാവുള്ളവനെയും വിക്കനെയും ഒക്കെ നിർമ്മിച്ചതാരാ? അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഇതിനും മോളിൽ ദൈവം ഉണ്ടെന്നുള്ളതല്ലേ അർത്ഥം. നിന്റെ ബലഹീനത തള്ളിക്കളയുന്ന മനുഷ്യർ കാണും, എന്നാൽ ബലഹീനത ഓൺ ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ഓൺ ചെയ്യുന്ന, അറിയാമോ, നിങ്ങളുടെ ബലഹീനത ഓൺ ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. മനുഷ്യർ തള്ളിക്കളയും, പെർഫെക്റ്റ് അല്ലെന്ന് പറഞ്ഞ്. ഡാർവിൻ്റെ സിദ്ധാന്തത്തിൽ ഏറ്റവും ശക്തിയുള്ളത് ജയിക്കുമായിരിക്കും, ഏറ്റവും ശക്തിയുള്ള സ്പീഷീസ് വിജയിച്ച് മുന്നോട്ട് പോകും. എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ തിയറി ഡാർവിൻ്റെ തിയറി അല്ല. ബലഹീനനായതിനെ ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ എൻ്റെ ദൈവം ബലഹീനമായതിനെ തെരഞ്ഞെടുത്തോ. ജ്ഞാനമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ എൻ്റെ ദൈവം ജ്ഞാനമില്ലാത്തതിനെ തെരഞ്ഞെടുത്തു. അപ്പൊ മോശയോട് പറയുക, മോശേ ആരാ ഇതിനെ നിർമ്മിച്ചത്? തടിപ്പുള്ള നാവിനെ, വിക്കനായ മനുഷ്യനെ ഞാനാ നിർമ്മിച്ചത്. ഓൺ ചെയ്യുക, എൻ്റെ ദൈവം ഓൺ ചെയ്യുക. ഇന്നു പകൽ നിന്റെ ദൈവം ഓൺ ചെയ്യുന്നുണ്ടെന്ന് മോശയോട് ദൈവം പറയുക. എനിക്ക് ഒത്തിരി അത്ഭുതം തോന്നിയ ഒരു കാര്യമുണ്ട്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ദൈവമേ, ഈ മോശ വിടുവിക്കാൻ പോകുന്നത് ഫറവോനോട് സംസാരിക്കണം, എന്തെല്ലാം മാജിക്കുകൾ അവിടെ നടത്തണം. ഒറ്റ വാക്ക് പറഞ്ഞ് അവൻ്റെ വിക്ക് മാറ്റിയിട്ട് അങ്ങ് വിട്ടാൽ പോരായിരുന്നു. പക്ഷേ എൻ്റെ ദൈവം വിക്ക് മാറ്റിയില്ല. ഈ വിക്ക് കൊണ്ട് ഫറവോൻ്റെ അടുത്ത് പോയി, ഈ വിക്ക് കൊണ്ട് ഈ ജനത്തെ അവിടുന്ന് ഇറക്കി, ഈ വിക്ക് കൊണ്ട് മരുഭൂമിയിൽ കൊണ്ടുവന്നു, ഈ വിക്ക് കൊണ്ട് പാറയടിച്ചു. അതായത് അവൻ്റെ ബലഹീനത അവിടെ ഇരിക്കുമ്പോൾ തന്നെ അസാധാരണമായ ഒരു ദൈവത്തിന്റെ നിയോഗത്തിന്, ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് മോശയെ എൻ്റെ ദൈവം ഉപയോഗിച്ചെങ്കിൽ, സൗഖ്യം തന്നിട്ട് വിക്കു മാറ്റിയിട്ട് അല്ല 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 അത് ഓൺ ചെയ്തിട്ട് അതിൻ്റെ നടുവിൽ പ്രവർത്തിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് ഇന്നു പകൽ ദൈവസഭ തിരിച്ചറിയണം. അതല്ല എൻ്റെ വിഷയം. മോശ കൊണ്ടുവരിക, ഇസ്രായേൽ ജനത്തെ അവിടുന്ന് വിടുവിച്ചുകൊണ്ട് വന്നു. ചെങ്കടലിൻ്റെ മുമ്പാകെ ഇങ്ങനെ നിൽക്കുക. ചെങ്കടലിൻ്റെ മുമ്പാകെ നിൽക്കുമ്പോൾ ഭയങ്കര ഒരു പ്രതിസന്ധിയാണ്. ഞാൻ വിവരിക്കുന്നില്ല, നിങ്ങൾ പ്രസംഗം കേട്ട് മടുത്തതായിരിക്കും ചെങ്കടലും മോശയൊക്കെ. നോക്കണമേ, മുന്നോട്ട് പോകാനൊക്കത്തില്ല. പക്ഷെ അന്ന് രാത്രി അവരുടെ ചെവികളിൽ ഒരു അസാധാരണ ശബ്ദം അവർ കേൾക്കുക. കുതിരയുടെ കുളമ്പടിയ വിട്ടുപോയ സ്ഥലത്ത് നിന്ന് സർവായുധങ്ങളുമായി ഇവരെ തിരിച്ചു പിടിക്കാൻ ഫറവോൻ മുഴുബലത്തോടെ ഇറങ്ങി വരിക. അവരുടെ ഹൃദയം പതറിപ്പോയി. അവർ മോശയോട് ചോദിക്കുക, അവിടെ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്? അതേപോലെ ഭയപ്പെട്ടു പോയി കേട്ടോ. അവർ ഭയപ്പെട്ടു പോയിട്ട് മോശയോട് ചോദിക്കുമ്പോൾ, നിങ്ങൾ വീട്ടിൽ പോയി പുറപ്പാട് പുസ്തകത്തിൽ ഈ സംഭവം വായിക്കണം, വായിക്കാതെ പോകരുത്. അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. ജനത്തിന് എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല, മോശയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, നിന്റെ ലീഡർ മോശയ്ക്ക് അറിയത്തില്ലെങ്കിൽ, നിന്റെ കൂട്ടുകാർക്ക് അറിയത്തില്ലെങ്കിൽ, അവിടെ എന്ത് ചെയ്യണമെന്ന് എൻ്റെ ദൈവത്തിനറിയാം, എൻ്റെ ദൈവത്തിനറിയാം. മോശയെ നിനക്കതിന് വെളിപ്പാട് തൽക്കാലം കിട്ടിയില്ലെങ്കിൽ, നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളോരോ കണ്ണിൻ മണി പോലെ കാത്തിടുമേ. അന്ത്യം വരെ വഴുതാതെ അവൻ താങ്ങി നടത്തിടും പൊൻകരത്താ.
നിങ്ങൾ അവിടുത്തെ ഒരു ഭാവനയിൽ ഒന്ന് കാണണം. നോക്കണം, 5 മിനിറ്റേ ഉള്ളൂ എനിക്ക്. നിങ്ങൾ എന്നോടൊപ്പം ഒന്ന് കടന്നു വന്നേ. ഇസ്രായേൽ ജനം ഇങ്ങനെ ചെങ്കടലിന്റെ മുമ്പാകെ നിൽക്കുക. ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് വിളിച്ചിറക്കുമ്പോൾ അവർക്ക് മുമ്പായി അഗ്നി തൂണായിട്ട്, നോക്കണമേ, പകൽ നല്ല വെളിച്ചമായിട്ട്, ഭയങ്കര പ്രൊട്ടക്ഷൻ, ദൂതൻ, ദൈവിക സാന്നിധ്യം. ദൂതൻ എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു ദൂതനല്ല, ദൈവത്തിന്റെ സാന്നിധ്യം ഈ ജനത്തിന്റെ മുമ്പായി പോവുകയാണ്. അതിനെ ഇങ്ങനെയാ കാണേണ്ടുന്നത്. ദൈവത്തിന്റെ സാന്നിധ്യം മുമ്പോട്ട് നീങ്ങുമ്പോൾ ഈ ജനം മുഴുവൻ ഈ ദൈവ സാന്നിധ്യത്തിന്റെ പിന്നില് മുന്നോട്ട് നീങ്ങുകയാ. കൊണ്ടെത്തിച്ചത് ചെങ്കടലിന്റെ മുമ്പിലാ. അത് ദൈവ സാന്നിധ്യം തന്നെ. അത് വേറൊരു മെസ്സേജാ, ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും പറയാം. പക്ഷെ ഇവിടെ നടക്കുന്നത്, ഇപ്പോഴീ ജനം കാണുന്നത്, പുറകിൽ നിന്ന് വരുന്ന ഭയങ്കര കുളമ്പടി ശബ്ദമാ, തകർക്കാൻ വരുന്ന ഫറവോന്റെ സൈന്യമാ. അവിടെ ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യം നടക്കുകയാ. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാ: അതുവരെ ജനത്തിന്റെ മുമ്പാകെ പോയിരുന്ന ദൈവത്തിന്റെ പ്രസൻസ് അവിടെ നിന്ന് മാറിയിട്ട് ആ ജനത്തിനും ശത്രുവിനും ഇടയിൽ വന്ന് നിന്ന് ഒരു രാവ് മുഴുവൻ ഈ ജനത്തെ തൊടാതെ, ഈ ജനത്തെ തൊടാതെ, ഈ ജനത്തെ സ്പർശിക്കാതെ, ഈ ജനത്തെ സ്പർശിക്കാതെ, ഈ ജനത്തോട് അടുക്കാതെ ദൈവത്തിന്റെ സാന്നിധ്യം അവർക്ക് മധ്യത്തിൽ നിന്നു എങ്കിൽ, ഇന്ന് പകൽ ആഞ്ഞിലിത്താനം ദൈവസഭയോട് മാത്രമല്ല, തിരുവല്ല സെന്ററിനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അറിയിക്കുന്ന ദൂത ഇത്: നിനക്കും നിന്റെ ശത്രുവിനും മധ്യത്തിൽ ഇറങ്ങുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. വിട്ടുകൊടുക്കത്തില്ല, 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 വിട്ടുകൊടുക്കത്തില്ല. നിന്നെ വിളിച്ചവൻ വിട്ടുകൊടുക്കത്തില്ല. നിന്റെ മധ്യത്തിൽ ഇറങ്ങുന്ന ദൈവിക സാന്നിധ്യമുണ്ട്. ഭീകരമാ